ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഞ്ജു ഇപ്പോൾ ഷാനിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് നടക്കണില്ലേ, അറിയാണ്ട് പെട്ടുപോയതാണെങ്കിലും നമ്മുടെ ഷാലിനി അത് മനഃപൂർവ്വം ഗിരിൻ്റെ ഒപ്പം ജീവിക്കണ്ട, ഞാൻ നിന്നെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞ പോലെ തന്നെ അതിനുള്ള ഒരു വെല്ലുവിളി അത് വെല്ലുവിളിച്ചല്ലോ. അപ്പോൾ ആ ഒരു വെല്ലുവിളി നമ്മുടെ മഞ്ജുവിനെതിരെ കിട്ടിയിരിക്കണം. മഞ്ജു ഒട്ടും അത് പ്രതീക്ഷിച്ചില്ല. അവൾ ചെറിയൊരു പണിയായിരിക്കും വിചാരിച്ചു കൊണ്ടുവരുന്നത്, പക്ഷേ വലിയൊരു പണിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ ഷാലിന് സെക്യൂരിറ്റി ആയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കാറിലൊക്കെ അവർ കയറിയിട്ട് വീട്ടിൽ ഏതോ ഒരു ഇതിലേക്ക് പോവാട്ടോ. പോയിട്ടും നമ്മുടെ മഞ്ജു ആദ്യം ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവൾ കൈകെട്ടി നിൽക്കും. അപ്പോൾ നമ്മുടെ ഷാലിനി ഇങ്ങനെ കൈകൊട്ടി വിളിക്കുകയാണ് ഇത് തുറക്കാൻ വേണ്ടി. അവൾ ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ മഞ്ജുവിനെ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ മഞ്ജു തന്നെ ഡോർ തുറന്നു കൊടുക്കണം, അല്ലാണ്ട് മഞ്ജു ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഷാലിനെ വിളിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ ഷാലിൻ്റെ ഒപ്പം മഞ്ജുവും പോവാണ്. നീ എങ്ങോട്ടാ വരുന്നത്? നീ എൻ്റെ സെക്യൂരിറ്റി മാത്രം, എൻ്റെ പിന്നാലെ നീ വെറുതെ വരണ്ട. ആ ആളോട് പറയണം കേട്ടോ, ഇതെൻ്റെ സെക്യൂരിറ്റിയാണ്, വെറുതെ പിന്നാലെ വരും, വെറുതെ പഴിയെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിനെ കുറിച്ച് പറയണം. മഞ്ജുവിനൊക്കെ അത് കേൾക്കുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, എൻ്റെ അടുത്തേക്കൊന്നും വരണ്ട, അതിനുള്ള അർഹത എനിക്കില്ല, യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിനെ അപമാനിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മഞ്ജു വീട്ടിലേക്ക് വരണം. വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മഹിമ അവളെയും കാത്തു നിൽക്കണം. മഹിമ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അവളുടെ ഫ്രണ്ടിനെ ഒരു ആപത്തുണ്ട്, അവളൊരു ഒരു കുഴിയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി അത് നമ്മുടെ മഹിമ തന്നെയാണ്, പക്ഷെ മഹിമയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു നമ്പർ, അവളെ വിളിക്കണം, ആ നമ്പർ കൊടുത്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടി നമ്മുടെ മഹിമ മഞ്ജുവിനെ കാത്തു നിൽക്കണം. മഞ്ജു ആണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വരികയായിരുന്നു. എന്നിട്ട് നമ്മുടെ മഞ്ജുവിനെ കണ്ടത് മഹിമ ഓടിപ്പോയിട്ട് എന്തായി ചേച്ചി, ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ചോദിക്കുകയാണ്. അത് കണ്ടുപിടിച്ചു, പക്ഷെ അത് ഇന്റർനെറ്റ് കോളാണ്, അയാൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു ഇതാ കാണിക്കണത് എന്നൊക്കെ പറയണേ. വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ചേച്ചി, ഞങ്ങൾ എന്താ കണ്ടുപിടിക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഹിമൻ്റെ അവസ്ഥ ആകെ, നമ്മുടെ മഹിമ അതൊക്കെ പ്രതീക്ഷിച്ച് ആരാണെന്നും എന്താണെന്നൊക്കെ അറിയും പറഞ്ഞിട്ട് കാത്തിരുന്നാണ്. പക്ഷെ ലാസ്റ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മുടെ മഹിമയ്ക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾക്കൊരു പോലീസാണ്, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്, നീ ഒരു പോലീസിൻ്റെ മകളാണ്, നീ പോലീസിനെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവും എതിരെ നന്നായി പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഹിമയ്ക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് എന്താ പറയണെന്ന് ഒന്നും അറിയാണ്ട് മഹിമ പറയും, ഒരു കാര്യം നിൽക്കില്ല എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ എന്തായാലും തിരിച്ചു പറയണ്ട കേട്ടോ, ആ നിൽക്കില്ല, നിന്റെ സ്വഭാവം ഇങ്ങനെയല്ലേ, അത് ഞാൻ നിന്റെ കൂട്ടുകാരൻ്റെ പേര് പോലും ചോദിച്ചില്ല, എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ സഹായിച്ചില്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയല്ലേ എൻ്റെ അടുത്ത് പെരുമാറുന്നത്, എനിക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്വപ്ന വെച്ചൊരു കറിയായിരുന്നു. സ്വപ്ന ഒറ്റയ്ക്ക് വെച്ചതൊന്നുമല്ല, മഞ്ജും കൂടി ചേർന്നിട്ട് ഹെൽപ്പൊക്കെ ആക്കിയിട്ടാണ് ചിക്കൻ കറി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ധാര വെച്ചെന്നൊക്കെ നമ്മുടെ ഗിരി ചോദിക്കണം. അപ്പം മഞ്ജു പറയും, സ്വപ്ന ഗിരിയേട്ടാ വെച്ചത്, ആ നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് അമ്മയും പറയും ഗിരിയും പറയും കേട്ടോ. എന്നിട്ട് എല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മഹിമ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എവിടേക്കാണ് മേഡം പോണത്, കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം ഗിരിയേട്ടാ പറഞ്ഞിട്ട് പറയാം. ഇല്ല നീയും കഴിക്കുക, എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇരുത്താണ് കേട്ടോ. എന്നിട്ട് ഗിരി ചോദിക്കുന്നുണ്ട് നമ്മുടെ മഹിമയോട്, മഹിമേ ഇന്ന് എന്താ ക്ലാസ്സിൽ പോയില്ലേ ചോദിക്കണം. അപ്പോൾ ഇല്ല പോയില്ല. അതെന്താണ്? അതൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ അറിയണോ? നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഞാൻ ഒറ്റയ്ക്കാണ് MBBS പഠിച്ചിട്ട് ആ കോളേജിൽ അഡ്മിഷൻ എടുത്തത്. അപ്പം എനിക്ക് ഡോക്ടർ ആവാനുള്ള കഴിവുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള യോഗ്യത ഇല്ല പറഞ്ഞിട്ട് പറയണം. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മഞ്ജു മഹിമയെ വന്നിട്ട് വിളിക്കണം. മഞ്ജു അങ്ങനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗിരി പറയും, മഞ്ജു മഹിമനെ ഒന്നും പറയണ്ട, ചിലപ്പോൾ അവൾ എന്തെങ്കിലും ടെൻഷൻ കൊണ്ട് അങ്ങനെ ആലോചിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും, അവൾ ശരിയാവുമ്പോൾ എന്നോട് സോറി പറഞ്ഞോളൂ പറഞ്ഞിട്ട് പറയണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മഹിമ തന്നെ സോറി പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗിരിക്ക് നല്ല സമാധാനവും സന്തോഷമാണ്, അതുപോലെ തന്നെ മഞ്ജുവിനും ആവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്, അപ്പോൾ അത് ആലോചിച്ചിട്ട് അവൾ അങ്ങനെ പെട്ടെന്ന് അവൾ പറഞ്ഞു, അവൾ അങ്ങനെയൊന്നും പറയുന്ന കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമനെ കുറിച്ച് പൊക്കിയിട്ടൊക്കെ നമ്മുടെ ഗിരി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ മഹിമ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അഭി വിളിച്ചുകൊണ്ടേ ഇരിക്കണം, പക്ഷെ നമ്മുടെ മഹിമ കോൾ അറ്റൻഡേ ചെയ്യണില്ല പേടിച്ചിട്ട്. 2-3 പ്രാവശ്യം വിളിക്കണ്ടേ, എന്നിട്ട് നമ്മുടെ മഹിമ കോൾ അറ്റൻഡ് ചെയ്യണില്ല.
എന്നിട്ട് പിന്നെ അഭിൻ്റെ അടുത്ത് അഭിൻ്റെ ഫ്രണ്ട് പറയും നിന്നെന്തായാലും ഞാൻ സമ്മതിച്ചു കേട്ടാ, നീ ഇങ്ങനൊരു കെണി അവൾക്ക് കൊടുക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. അത് കേൾക്കുമ്പോൾ അത് പിന്നെയും പറയണ്ട് കേട്ടോ ഫ്രണ്ട്, പിന്നെയും പറയണ്ട് നീ ഇപ്പം അവളുടെ ഒരു പാവ കുട്ടിനെ പോലെയാണ് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ എന്ത് പറയണോ അതുപോലെ അവൾ ചെയ്യേണ്ടത്. നീ കെട്ടിടത്തിന് മേലെ കയറി ചാടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതുപോലെ അവൾ അനുസരിച്ചില്ലേ, ഇനി നിനക്ക് എന്ത് വേണം പറഞ്ഞിട്ട് പറയണം. അത് കേൾക്കുമ്പോൾ അവിടെ അഭിക്ക് നല്ല സന്തോഷമാവാണ് കേട്ടോ. അതൊക്കെ തന്നെ അവൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ട്, അത് എനിക്ക് തീർത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് പറയും എടാ അവളെങ്ങാനും ഇനി അവളുടെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ ചേച്ചി പോലീസല്ലേ, അങ്ങനെയൊന്നും പറയില്ല, പറയില്ല അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണത്. അതെന്താ എനിക്ക് ഇത്ര ഉറപ്പ്? അതെന്താണെന്നറിയോ, അവൾ മഞ്ജു പറയുന്നത് അവൾക്ക് ചേച്ചി മാത്രമല്ല അമ്മ പോലെയാണ്. പക്ഷെ അമ്മൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ ഒരാൾ എൻ്റെ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമോ? ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഇൻ്റർനെറ്റ് കോളാണ്, അതുകൊണ്ട് ആ നമ്പർ കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. എന്തായാലും നീ നല്ല ബുദ്ധി വെച്ചിട്ട് തന്നെയാണ് കളിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാണ്ട് ഞാൻ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഞാനൊരു കളി കളിച്ചിരിക്കുന്നത്. അവൾക്കൊരു പണി കൊടുക്കണം എന്നിട്ട് പറയണേ. പിന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ, ഇനി എങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് വരാണ്ടിരുന്നാൽ കോളേജിലേക്ക് വരാണ്ടിരുന്നാലോ എന്നിട്ട് പറയണേ. കോളേജിലേക്ക് വരാണ്ടിരുന്നാലോന്നാ, ഞാൻ അവളുടെ സങ്കടവും വിഷമവും കരച്ചിലൊക്കെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു പണി ചെയ്തത്. എന്നിട്ട് അവൾ വരാണ്ടിരുന്നാലോ, അവളുടെയൊക്കെ ഞാൻ ഇവിടെ വരുത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമ അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കണില്ല. അപ്പോൾ അവിടേക്ക് നമ്മുടെ മഞ്ജു കയറി വരണം. മോളെ സോറി, ഞാൻ ആ ഒരു ദേഷ്യത്തിൽ ഇതായതാണ്. ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് അറിയോ? ഞാൻ ഇന്ന് സെക്യൂരിറ്റി, ഞാൻ ശാലിനി പിന്നാലെ നടക്കുന്നു. എന്തിന്? അവൾക്ക് എന്താ ഭീഷണി ഉണ്ട്. അപ്പോൾ അവൾക്ക് സെക്യൂരിറ്റി വേണം, അത് വനിതാ സെക്യൂരിറ്റി തന്നെ വേണം പറഞ്ഞിട്ട് പറയണം. അവിടെ വനിതയായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവളെ എന്നെ പിടിച്ചങ്ങോട്ട് ഇട്ടു. അവൾ വേറെ ഒന്നിനല്ല എനിക്കിട്ട് പണി തന്നാണെന്നൊക്കെ പറയണം. അപ്പോൾ അവളോട് ആ ഒരു ദേഷ്യത്തിൽ ഞാൻ വരികയായിരുന്നു. അപ്പോഴാണ് നീ എൻ്റെ മുന്നിൽ ചാടിയത്. പിന്നെ നീ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അതിന് ഞാൻ കുറേ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു, ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു. അല്ലാണ്ട് നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞു. നിനക്ക് എന്തോ ഒരു നല്ലൊരു വിഷമമുണ്ട്, അതാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമയോട് മഞ്ജു പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ഗിരി കയറി വരികയാണ്. ഗിരി പറഞ്ഞിട്ട് പോലീസിനോട് നിന്നെ പറയാൻ പറ്റില്ല പറഞ്ഞ് ഈ ചേട്ടനോട് പറഞ്ഞു. ഈ ചേട്ടൻ എന്തായാലും നിന്നോട് നിൽക്കുമെന്നിട്ട് പറയണം. എനിക്കിപ്പോൾ ആരുടെയും സഹായം വേണ്ട, നീ വേണം ഞാൻ നിങ്ങളോട് വന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവാണ് കേട്ടോ. അതുകൊണ്ട് ഗിരി മഞ്ജുവിൻ്റെ അടുത്ത് പറയും അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്തായാലും നമുക്ക് തന്നെ തെളിയിക്കണം. അവളെന്തായാലും ഒരു ധൈര്യമുള്ള കുട്ടിയാണ്. അവൾക്ക് ചിലപ്പോൾ അവൾക്ക് ഒരു വാശി ഉണ്ടാവും, ഞാൻ ഒറ്റയ്ക്ക് തെളിയിക്കാന്നൊക്കെ. അതില്ല എന്ന് പറഞ്ഞാൽ അവൾ നമ്മുടെ അടുത്തേക്ക് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി അവളെ മഞ്ജുവിനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ മഞ്ജുവിന് റൂമിൽ പോയിട്ട് സമാധാനമേ ഇല്ല. അനിയത്തിയോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് സമാധാനമേ ഇല്ല. എന്നിട്ട് നമ്മുടെ ഗിരി പിന്നെ അവിടെ വന്നിട്ട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ, നീ അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗിരിയും അവളുടെ മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ദേഷ്യത്തിൽ വന്നിട്ട് സംസാരിച്ചാണ്, എന്തിനും എനിക്ക് ദേഷ്യം എന്നൊക്കെ ചോദിക്കണം. അപ്പോഴാണ് ശാലിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. ശാലിനി എനിക്കിട്ടൊരു പണി തന്നു, അവളുടെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ഇപ്പോൾ അവളുടെ പിന്നാലെ നടക്കണം, അവളുടെ ബാഗും ഡോറൊക്കെ തുറന്നുകൊണ്ട് നടക്കണം. നീയോ എന്തിനേ? എനിക്ക് അതൊന്നും നല്ലൊരു പണി. അങ്ങനെ കമ്മീഷനെ വിളിച്ച് പറഞ്ഞു അത് ചെയ്യണ്ടേ, അതല്ലേ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് മഞ്ജു ഗിരിയോട് സംസാരിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗിരി പറയും എനിക്ക് അത്രയും സഹിക്കാൻ പറ്റില്ല പറഞ്ഞ് നീ എന്നോട് പറ, അവൾക്കിട്ട് ഞാൻ കൊടുത്തോളാം. അതൊന്നും ആവശ്യമില്ല, എനിക്ക് അത്രയും സഹിക്കാൻ പറ്റില്ല പറഞ്ഞ് ഞാൻ തന്നെ അവൾക്കിട്ട് കൊടുക്കും പറഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. അത് പറഞ്ഞ് 5 ഡയലോഗ് കളിച്ച് നമ്മുടെ മഞ്ജു റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ നമ്മുടെ ഗിരി പറയും അവൾക്ക് മഞ്ജു അതൊന്നും കാത്തു നിൽക്കില്ല, അവൾക്കിട്ട് ഒരു പണി കൊടുക്കുക തന്നെ ചെയ്യും, അവൾക്കത് കിട്ടുകയും വേണം പറഞ്ഞിട്ട് നമ്മുടെ ഗിരിയും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനുണ്ട് നമ്മുടെ മഹിമ അതും ആലോചിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പം നമ്മുടെ മഞ്ജുവിന് ആ ഒരു കുറ്റബോധമുണ്ടല്ലോ, അവളോട് ദേഷ്യപ്പെട്ടതിന് കുറ്റബോധമുണ്ടല്ലോ. അപ്പോൾ എന്താ മഹിമ ഇന്ന് നീ ക്ലാസ്സിലേക്ക് പോകണില്ല, കോളേജിലേക്ക് പോകണില്ല ചോദിക്കണം. ഇല്ല ചേച്ചി ഞാൻ പോകണില്ല, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതിന് എനിക്ക് സോറി പറയണം, എനിക്ക് ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ നിന്നോടൊക്കെ അങ്ങനെ സംസാരിച്ചതൊക്കെ പറയണം. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഞാൻ അതൊക്കെ വിട്ടു, എനിക്ക് ആരോടും ദേഷ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ മഞ്ജു പിന്നെയും ചോദിക്കണ്ടേ, മോളെ എനിക്ക് എന്തോ വലിയൊരു ടെൻഷൻ ഉണ്ട്, നീ എന്തോ ഒരു കുടുക്കി പെട്ടിട്ടുണ്ട്, നീ എന്നോട് പറ. നമ്മൾ രണ്ടാളും വഴക്കൂടി പിണങ്ങി കഴിഞ്ഞു പറഞ്ഞ് എനിക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് വന്നു പറഞ്ഞ് നമ്മൾ രണ്ടാളും സഹായം ചെയ്യില്ല, അതുപോലെ ഞാൻ എനിക്ക് ചെയ്തു തരും, നീ എന്നോട് കാര്യം പറയും പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് നീ എന്നെ
അമ്മനെ പോലെയല്ലേ കാണുന്നത്, ഞാൻ നിന്റെ മോളെ പോലെയല്ലേ, അപ്പം നിനക്ക് എന്തെങ്കിലും സങ്കടം വന്നു പറഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റും, കാരണം നിന്റെ മുഖത്ത് അത് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് എന്തോ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. മഹിമ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ ചേച്ചി മാത്രമാണ്, പിന്നെ ചേച്ചി പോലീസും അല്ലേ, അപ്പോൾ ആ നമ്പർ വെച്ചിട്ടൊക്കെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമായിട്ട് നമ്മുടെ മഹിമ മനസ്സിൽ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാര്യം പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും സ്വപ്ന അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ മഞ്ജു കാണണം. മഞ്ജു കണ്ടിട്ട് നമ്മുടെ മഞ്ജു കണ്ടതിന് ശേഷം മഹിമയും കണ്ടു കേട്ടോ. ആ സത്യം പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും സ്വപ്ന അത് എന്തായിരിക്കും, എന്താ അവൾ പെട്ടിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കണ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ മഹിമ ആ കാര്യം പറയും. പറയാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയില്ല. അവൾക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ മഹിമ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.